ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരു 500 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ആദ്യം ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ കുറച്ച് മസാല ഒന്ന് പരട്ടിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായി 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ്, 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും സാധനങ്ങൾ ചേർത്ത് നമുക്കൊന്ന് മസാല പരട്ടിയെടുക്കാം. ചെമ്മീൻ ഇപ്പം നന്നായി മസാല പരട്ടിയെടുത്തിട്ടുണ്ട്. കുറച്ച് നേരം ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 10-15 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെമ്മീൻ വറുത്തെടുക്കാം. അതിനായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ഓരോ ബാച്ചുകളായി വറുത്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഒരു ബാച്ച് ഇട്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് അടുത്ത ബാച്ച് ഇടാം. പ്രോൺസ് ഇവിടെ എല്ലാതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമുക്ക് ചെമ്മീൻ റോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് വറുത്ത ആ എണ്ണ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതിലേക്ക് ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലും കൂടിയിട്ട് ആദ്യം തന്നെ മൂപ്പിച്ചെടുക്കാം. മൂത്ത് വരുന്ന സമയത്ത് 2 സവാള അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കുക. 2 സവാള അരിഞ്ഞെടുത്ത് ചേർത്ത് കൊടുക്കുന്നത്. സവാള നന്നായി വഴറ്റിയെടുക്കാം. സവാള കുറച്ച് വഴണ്ടി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാതും നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. വെളുത്തുള്ളിയൊക്കെ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. തീ കുറച്ച് വെച്ചിട്ട് വേണം മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല എരിവുള്ള മുളക് പൊടി തന്നെയാണ്. അതും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി പച്ചമണം മാറണ വരെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു തക്കാളി നീളനെ അരിഞ്ഞെടുത്ത ഒരു തക്കാളി ചേർത്ത് കൊടുക്കുക. നന്നായി വഴറ്റി കൊടുക്കുക. അടച്ചു വെച്ച് തക്കാളി ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച പ്രോൺസ് ഇട്ട് കൊടുക്കാം. പ്രോൺസ് ഇട്ടിട്ട് നന്നായി വഴറ്റി കൊടുക്കാം. ഈ മസാലയും പ്രോൺസും കൂടി ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് ഇങ്ങനെ നമുക്ക് തുറന്ന് നോക്കാം. പ്രോൺസും മസാലയായിട്ട് നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇളക്കി കൊടുക്കാം.
ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ മസാലയിൽ മാത്രമാണല്ലോ കുറച്ചും ഉപ്പിട്ടിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഗ്രേവിക്ക് വേണ്ടിയിട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതോടെ കൊടുന്ന് കുറച്ച് നേരം ഒന്ന് സെറ്റാവട്ടെ, തിളക്കട്ടെ. നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നല്ല രീതിയിൽ റോസ്റ്റായി വന്നിട്ടുണ്ട്. കുറച്ച് ഗ്രേവി ഉള്ള ടൈപ്പാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം നമുക്ക് തിളപ്പിച്ച് നന്നായി എടുത്താൽ മതി, വറ്റിക്കണമെന്നില്ല. ഇതിപ്പോൾ ഒന്ന് കുറച്ച് തിക്കാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില തൂക്കി കൊടുക്കാം. തീ ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കിടിലൻ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.